വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുൻകൂർ അനുമതി വാങ്ങാതെ ഓഹരി വിൽക്കാൻ അദാനിക്ക് എങ്ങനെ ധൈര്യം കിട്ടി? അദാനിക്കെതിരെ സർക്കാർ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടെ മാത്രം ആലോചിക്കാൻ കഴിയുന്നൊരു കാര്യത്തിൽ അവിടെയുള്ള അദാനി കമ്പനിക്ക് ഇത്ര ധൈര്യമായി കാര്യങ്ങൾ നീക്കാൻ പറ്റിയത്? that the company has entered into share purchase and subscription agreement on June 29th. അപ്പോൾ അവരുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞു. അതിനുള്ള ധൈര്യം സാധാരണഗതിയിൽ കൺസെഷനായ അദാനി ഗ്രൂപ്പിന് കിട്ടുമോ? സംസ്ഥാന ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് പറയുന്നിടത്ത് ആ അനുമതി ഇല്ലാതെ ഇത്തരമൊരു നീക്കത്തിന് അവർക്കെങ്ങനെ ധൈര്യം കിട്ടി? അവിടെയാണ് വ്യക്തതയുണ്ടാകേണ്ടത്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ തീരുമാനമില്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജിൽ വെക്കാനാണോ പുതിയ നിയമനിർമ്മാണമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മുഖ്യമന്ത്രി ബക്കാടി കമ്പനിക്ക് വേണ്ടി നിയമസഭയെ ദുരുപയോഗം ചെയ്തു. UDF-ൽ എതിർപ്പുയർന്നിട്ടും സതീശൻ നിർബന്ധിത ബുദ്ധി കാണിച്ചെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഇത്തരമൊരു നികുതി ഇളവ് നിയമത്തിന്റെ ഭാഗമായി പാസാക്കി വെക്കുകയാണല്ലോ. എന്തിനാണത്? കോൾഡ് സ്റ്റോറേജിൽ വെക്കാനുള്ളതാണോ നിയമനിർമ്മാണം? ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ബക്കാർഡിക്ക് നിയമവിരുദ്ധമായി നികുതി ഇളവ് നൽകാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുൻകൈ എടുക്കുന്നു എന്നത് തന്നെയാണ്. വിശദാംശങ്ങളുമായി അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ, പുതിയ സർക്കാരിന്റെ ഹണിമൂൺ പീരീഡിലെങ്കിലും താങ്കൾ 3 മാസത്തേക്കെങ്കിലും സംസാരിക്കാതിരിക്കാം, പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കാതെ ഇരിക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ ഇതിപ്പോൾ അദാനിക്ക് ഓഹരി കൈമാറ്റം നടത്തുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ 1 മണിക്കൂർ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുള്ളത്. ലിനിഷ, പ്രതിപക്ഷ നേതാവ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ ഈ ഓഹരി കൈമാറ്റം MSCക്ക് 49% അദാനി നൽകിയതിൽ ആശങ്കയും ഉത്കണ്ഠയുമാണ് പ്രതിപക്ഷം പങ്കുവച്ചതെങ്കിൽ ഇന്ന് കുറെ കൂടി ശക്തമായിട്ടുള്ള ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് വഴിവിട്ട ചില നീക്കങ്ങൾ ഈ ഓഹരി കൈമാറ്റത്തിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് വിരൽ ചൂണ്ടുന്നത് UDF സർക്കാരിനെയും മുഖ്യമന്ത്രി VD സതീശനെയും 25% മുകളിൽ ഓഹരി കൈമാറ്റം ഉണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ അനുമതി അല്ല, മുൻകൂർ അനുമതി. നേരിട്ട് ഇത് ധാരണാപത്രം ഒപ്പിടുന്നതിന് മുൻപൊക്കെ, കരാറിൽ ഏർപ്പെടുന്നതിന് മുൻപൊക്കെ സർക്കാരിന്റെ അനുമതി വേണം എന്നുള്ളതാണ് കരാറിലെ വ്യവസ്ഥ. ആ വ്യവസ്ഥ പോലും ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വിഴിഞ്ഞം തുറമുഖ കരാറിന്റെ ലംഘനമാണ് അദാനി കമ്പനി നടത്തിയത് എന്നുള്ള ആരോപണം നടത്തിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ്. എന്ന് മാത്രമല്ല, 25% മുകളിൽ ഓഹരി കൈമാറ്റം നടക്കുകയാണെങ്കിൽ അത് ഉടമസ്ഥാവകാശ കൈമാറ്റമാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു വലിയ നീക്കം സംസ്ഥാനത്ത് നടന്നിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അത് അറിഞ്ഞില്ല എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഉപദേശം കൂടി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. അതല്ല, അദാനി കമ്പനി പറയുന്നതാണ് വിശ്വാസത്തിലെടുക്കുന്നതെങ്കിൽ അവർ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ രഹസ്യമായി എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. അത് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയം അദാനി കമ്പനി സർക്കാരുമായി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചത്. ഇങ്ങനെയൊരു ഓഹരി കൈമാറ്റം അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള നിലയ്ക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇക്കാര്യത്തിൽ ഏതോ തരത്തിൽ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ വഴിവിട്ട നീക്കം നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ആ സ്വഭാവത്തിലേക്ക് ഈ അദാനി കമ്പനി ഓഹരി MSC കമ്പനിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്.